ഇസ്ലാമിക ചരിത്രത്തെയും അതിൻ്റെ സമീപനങ്ങളെയും നമ്മളെടുക്കുന്നത് അതിന് ആദ്യം സാക്ഷിയായവരും അതാദ്യം പ്രയോഗവൽക്കരിച്ചവരും അവർ തുടർന്നു വന്നവരുമായ ആദ്യ 3 തലമുറകളെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങനെ തന്നെ പഠിപ്പിച്ചു. ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും ഉത്തമ തലമുറ എൻ്റെ തലമുറയാണ്, എൻ്റെ ജനതയാണ്. പിന്നീട് അവരിൽ നിന്ന് ദീന് കേട്ട് പഠിച്ച് മനസ്സിലാക്കിയ ആളുകളാണ്. പിന്നെ അവർക്ക് ശേഷം വന്നവരാണ്. ഏത് വിഷയത്തെയും നമ്മൾ അവരിൽ നിന്ന് എടുക്കുമ്പോൾ പൂർണ്ണമായും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ ഒരു രൂപവും രീതിയും നമുക്ക് അവരിൽ നിന്ന് കിട്ടും. അത് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതാണ്. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനു ശുഹദാ അലന്നാസ്. നിങ്ങളൊരു മധ്യമ സമൂഹമാക്കിയിരിക്കുകയാണ്. അതെന്തിനു വേണ്ടിയാണ്? നിങ്ങൾ ലോകത്തിന് മാതൃക കാണിക്കാൻ വേണ്ടിയാണ്. മാത്രമല്ല, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാരെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, പ്രവാചകൻ ഉദ്ധരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ ജനങ്ങളെ നോക്കിയപ്പോൾ ഏറ്റവും വിശുദ്ധമായ ഹൃദയമുള്ളത് പ്രവാചകൻ്റെ സ്വഹാബത്തിനാണ് ഏറ്റവും വിശുദ്ധമായ ഹൃദയമുള്ളത് എന്നാണ്. അപ്പോൾ പൊതുവേ നമ്മുടെ ദീൻ നമ്മൾ എടുക്കേണ്ടത് അവരിൽ നിന്നാണ്. അള്ളാഹുവിൻ്റെ ഖുർആനിലും സുന്നത്തിലും വന്ന കാര്യങ്ങൾ അവരെങ്ങനെ അനുവർത്തിച്ചു അത് നോക്കിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. വേറെ എന്ത് തർക്കമോ എന്ത് ബഹളം ഉണ്ടെങ്കിലും വേറെ ആര് എന്ത് ചെയ്തു എന്നുള്ളത് നമുക്ക് വിഷയമല്ല. അത് ഖുർആനും സാക്ഷ്യപ്പെടുത്തിയതാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം റളിയല്ലാഹു അൻഹും വറളു അൻഹും, അള്ളാഹു തൃപ്തിപ്പെട്ടൊരു ജനതയാണ് അവരെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ആമനു ബിമിസ്ലി മാ ആമൻതും, അവർ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുകയും അവർ നിലപാടെടുത്തതുപോലെ നിലപാടെടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ഫഖദ് ഇഹ്തദൗ, നിങ്ങൾ നേർമാർഗത്തിൽ എത്തിപ്പെട്ടു എന്നാണ്. അപ്പം നമുക്ക് വളരെ സേഫായിട്ടുള്ളൊരു സോൺ. മതപരമായ വിഷയങ്ങളിൽ ഏറ്റവും ശരിയായിട്ടുള്ളൊരു സമീപനം എന്ന് പറയുന്നത് നമ്മുടെ മുൻഗാമികൾ ഓരോ വിഷയത്തെയും എങ്ങനെ കണ്ടു, അവർ നമുക്ക് അനുഷ്ഠിക്കേണ്ടതും ആചരിക്കേണ്ടതും വിശ്വസിക്കേണ്ടതുമായ വിഷയങ്ങളിൽ അവരെങ്ങനെ സമീപനമെടുത്തു എന്നത് പരിശോധിക്കുന്നതോടുകൂടെ നമ്മൾ വളരെ സേഫായിട്ടുള്ളൊരവസ്ഥയിലെത്തുകയാണ്. നോക്കൂ നിങ്ങൾ, ഞാൻ മുൻഗാമികളായ ചിലരെ ഒരു വിഷയത്തിൽ ഉദ്ധരിക്കാൻ വേണ്ടിയാണ് ഈ ആമുഖം പറഞ്ഞത്. സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാഹ് പറയാണ്, മാ അദ്ദന മുഅദ്ദിനുൻ മുൻദു 20 സന ഇല്ലാ വഅന ഫിൽ മസ്ജിദ്. അദ്ദേഹം മറ്റെന്തോ ഒരു വിഷയം അദ്ദേഹത്തിൻ്റെ സദസ്സിനെ ബോധ്യപ്പെടുത്തുന്നതിനിടക്കാണ് ഈ വാചകം പറയുന്നത്. ഒരു മുഅദ്ദിൻ ബാങ്ക് വിളിക്കുമ്പോൾ ഞാൻ ഉണ്ടായിട്ടേ ബാങ്ക് വിളി ഉണ്ടായിട്ടുള്ളൂ. എത്ര കൊല്ലം? 20 കൊല്ലം എന്ന് പറഞ്ഞാൽ ഞാൻ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പ് പള്ളിയിലെത്തി ആ ജമാഅത്ത് നിർവഹിച്ചിറങ്ങുന്ന ഒരു രീതിയായിരുന്നു എനിക്കുണ്ടായിരുന്നത് എന്നാണ്. മാത്രമല്ല, അന്നത്തെ സാധാരണക്കാർ മാത്രമല്ല, അന്നത്തെ ഭരണാധികാരികളും അങ്ങനെ തന്നെയാണ്. മൈമൂൻ ബിൻ മെഹ്റാൻ എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലെ ഭരണകർത്താവ് അത്തൽ മസ്ജിദ്, അദ്ദേഹം പള്ളിയിൽ വന്നു. ഫഖീല ലഹു, അപ്പം അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നന്നാസ ഖദ് ഇൻസറഫു, ജനങ്ങളൊക്കെ പിരിഞ്ഞു പോയല്ലോ, നിസ്കാരം കഴിഞ്ഞ് പിരിഞ്ഞു പോയല്ലോ എന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കൊടുത്ത ഉത്തരം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്തിർജാ ആണത്. ഒരു പ്രതിസന്ധിയോ പ്രയാസമോ അപകടമോ ബുദ്ധിമുട്ടോ മരണമോ ഒക്കെ ഉണ്ടാകുമ്പോൾ ചെല്ലുന്നതാണ്. ചില ആളുകൾക്കത് മരണവാർത്ത കേൾക്കുമ്പോൾ മാത്രം ചൊല്ലുള്ളതാണ്. അല്ല, എന്തെങ്കിലും ദുരന്തമോ ദുഃഖമോ വേദനയോ പ്രയാസമോ ഒക്കെ ഉണ്ടാകുമ്പോൾ ചൊല്ലുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം പറയാം, ഇറാഖ് എന്നുള്ള ഒരു പൂർണ്ണമായ രാഷ്ട്രാധികാരത്തെക്കാളും എനിക്ക് ഏറ്റവും ശ്രേഷ്ഠമായത് ഈ നമസ്കാരമാണ് എന്നാണ്. ഈ ജമാഅത്തായിട്ടുള്ള ഈ നമസ്കാരമാണ് എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നത് നമ്മൾ കാണുകയാണ്. അപ്പം ഇങ്ങനെ നമുക്ക് നമ്മുടെ മുൻഗാമികളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ സാധാരണക്കാരും കൂലിത്തൊഴിൽ ചെയ്തവരും ഭരണാധികാരികളും അങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ ജീവിച്ച മനുഷ്യരൊക്കെ ജമാഅത്ത് നമസ്കാരത്തോട് കാണിക്കുന്ന ഒരു പ്രത്യേകതരം സമീപനമുണ്ട്. നമ്മൾ ഈ വിഷയം ആവർത്തിച്ച് നമ്മുടെ പള്ളിയിൽ ഖുതുബയായി പറയാറുണ്ട്. അതിൻ്റെ കാരണം വിശുദ്ധ ഖുർആൻ ഇത് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങളെടുത്ത് നോക്ക്, ഖുർആൻ ഇങ്ങനെ ഓതിപ്പോണിൻ്റെ ഇടയ്ക്ക് നമ്മളിതിങ്ങനെ കാണും, അല്ലേ? മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണനിമിഷം ഇങ്ങനെ ഒപ്പിയെടുത്തതുപോലെ ഒരു ക്യാമറയിൽ പകർത്തിയതുപോലെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അവസാന നിമിഷങ്ങളൊക്കെ പ്രത്യേകിച്ച് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഏകദേശം തിങ്കളാഴ്ച രാവിലെ ഒരു 8 മണിയോട് അടുക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് യാത്ര പറയാൻ ഒരുങ്ങുമ്പോൾ അവസാനം പറഞ്ഞ കാര്യം അസ്വലാ, നിങ്ങൾ നിസ്കാരത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കണം എന്നാണ്. 8-9 ഭാര്യമാരും കുടുംബ സംവിധാനവും ഭരണ നേതൃത്വവും ഒക്കെ ഉണ്ടായിരുന്ന പ്രവാചകൻ ആ മരണത്തിൻ്റെ നിമിഷത്തിൽ പോലും നമസ്കാരത്തിൻ്റെ കാര്യം ഗൗരവത്തിൽ ഉണർത്തിയിട്ടുണ്ട്. ആ ഗൗരവത്തിലേക്ക് എത്താത്ത
വലിയൊരു ജനവിഭാഗം മുസ്ലിം സമൂഹത്തിലുണ്ട്. അതന്നെയാണ് സൂറത്തു മറിയമിന്റെ 59 ഖുർആൻ പറഞ്ഞത്, فخلف من بعدهم خلف اضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا. ഖുർആന്റെ പ്രയോഗമാണത്. എന്താ فخلف من بعدهم خلف? നിസ്കാരമൊക്കെ വളരെ ശ്രദ്ധാപൂർവ്വം നിർവഹിക്കുന്ന ഒരു തലമുറക്കു ശേഷം പിന്നീട് അത് നിർവഹിക്കാത്ത, അതിൽ വീഴ്ച വരുത്തുന്ന ഒരു പ്രത്യേക സമൂഹമുണ്ടാകും. അല്ലാഹു സ്വലാത്ത്, അവർ നിസ്കാരത്തെ നഷ്ടപ്പെടുത്തും. വത്തബഉ ശഹവാത്ത്, അവർ ഇച്ഛകളുടെ പിന്നാലെ പോകും. അവരുടെ താല്പര്യങ്ങൾക്കും തോന്നലുകൾക്കും അനുസരിച്ചാണ്. പിന്നെ അവർക്ക് നിസ്കരിക്കണം തോന്നിയാൽ നിസ്കരിക്കും, നിസ്കരിക്കണ്ടെന്ന് തോന്നിയാൽ നിസ്കരിക്കൂല. അവർക്ക് ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലെ കളിയാണെങ്കിൽ പിന്നെ അവർക്ക് ഇശാസ്വലല്ല, ജമാഅത്തായിട്ട് പരിപാടിയില്ല. അതല്ലെങ്കിൽ ഇലക്ഷൻ ആണെങ്കിൽ പിന്നെ പ്രകടനമാണെങ്കിൽ പിന്നെ മഗ്‌രിബില്ല. അല്ലെങ്കിൽ കച്ചവടം കുറച്ച് കൂടുതലാണെങ്കിൽ പിന്നെ വേറെ പല സംഗതികളും ഇല്ല. സ്വന്തം താല്പര്യം നടക്കാനും ആനുകൂല്യം കിട്ടാനും ഒക്കെ മാത്രമുള്ളൊരു ടൂളായിട്ട് ചിലപ്പോൾ ഇതൊക്കെ മാറും. ദീനും നിലപാടും അനുഷ്ഠാനമൊക്കെ മാറണ ഒരവസ്ഥ ഉണ്ടാകും. അവർ ശക്തമായ ശിക്ഷയെ ദുന്യാവിൽ നിന്ന് നേരിടേണ്ടി വരുന്നതാണ്. ആ ആയത്ത് ക്ലോസ് ചെയ്യുന്നത് അങ്ങനെയാണ്. നിസ്കാരത്തിൽ വീഴ്ച വരുത്തുന്നവർ ദുനിയാവിൽ നിന്ന് തന്നെ ശക്തമായ ശിക്ഷയെ നേരിടേണ്ടി വരും എന്നാണ്. മാത്രമല്ല പരലോകത്തെ ശിക്ഷയും ഖുർആൻ തന്നെ പറയുന്നത്, മാ സലക്കക്കും ഫീ സഖർ. സഖർ എന്ന് പറഞ്ഞ നരകത്തിന്റെ പേരാണ്. നിങ്ങൾ എന്താണ് നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടാൻ കാരണം എന്ന് നരകക്കാരോട് ചോദിക്കുകയാണ്. ഖാലു ലൻ നകു മിനൽ മുസല്ലീൻ. അവരതിൽ പറഞ്ഞ കാരണങ്ങളിൽ ഒന്ന്, ഞങ്ങൾ നിസ്കാരത്തിന്റെ കാര്യത്തിൽ കൃത്യത ഇല്ലാത്തവരായിരുന്നു എന്നാണ്. അപ്പൊ നമ്മൾ ആരെങ്കിലും നിസ്കാരത്തിന്റെ കാര്യത്തിൽ അങ്ങനെ കൃത്യത ഇല്ലാത്തവരാണെങ്കിൽ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ കൃത്യത ഇല്ല എന്ന് പറഞ്ഞാൽ ജമാഅത്തില്ല എന്ന് മാത്രമല്ല, ജമാഅത്തില്ല എന്നുള്ളത് അതിലൊരു പ്രധാന ഭാഗമാണ് കേട്ടോ. അതിലൊരു പ്രധാന ഭാഗമാണ്. നമസ്കാരം തന്നെ ഓരോ നിസ്കാരം ഓരോ സമയത്ത് ഓരോ ദിവസം നിസ്കരിക്കുക. ചില നിസ്കാരങ്ങൾ ഉണ്ടാകുകയില്ല, ഒന്ന് മറ്റൊന്നിലേക്ക് എത്തിയിട്ടാണ് ചിലപ്പോൾ നിസ്കരിക്കുക. അസർ കെട്ട് മഗ്‌രിബിങ്ങൾക്ക് എത്തിയിട്ടുണ്ടാകും, പാഞ്ഞു കയറിയിട്ട് പള്ളിൻ്റെ ഒത്ത നടുക്കണ് നിന്നിട്ട് കുത്തി മറിഞ്ഞോണ്ട് പോകും. അത് ചെയ്യാനുള്ള അയാളുടെ മനസ്സിനെ മോശമാക്കല്ല ഞാൻ. അങ്ങനെ നിസ്കരിച്ച പടച്ചത് എടുക്കൂല. മനസ്സിലല്ലേ? നമസ്കാരം അതിൻ്റെ സമയത്തല്ലാതെ നിർവഹിച്ചാൽ പിന്നെ സ്വീകരിക്കപ്പെടുന്നതിനെ കുറിച്ച് അല്ല റസൂലുള്ളാഹിന്റെ ഹദീസ്. നമസ്കാരം അവ്വല് വക്ത് പിന്നിട്ടിട്ട് പിന്നെ ഇൻഷാ അല്ലാഹ് ഉദ്ദേശിച്ച സ്വീകരിക്കുന്ന, അവ്വല് വക്ത് പിന്നിട്ടത് പിന്നെ ഇൻഷാ പഠിച്ചാൻ ഉദ്ദേശിച്ച സ്വീകരിക്കുന്ന. വക്ത് തെറ്റിനെ കുറിച്ചല്ല. നമ്മളെ വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യം പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട്. ഖലാ അല്ലേ? ഖലാ വീട്ടിയാൽ മതിയല്ലോ എന്നാണ്. ഇപ്പൊ സ്കൂളിലൊക്കെ നമ്മളെ പെൺകുട്ടികളൊന്നും നിസ്കരിച്ചൂല, ഒരു പെൺകുട്ടി നിസ്കരിക്കൂല. ഇത് അസലിൽ പഠിപ്പിക്കേണ്ട ഒരു കാലത്തും ഒരു നേരത്തും കുട്ടികൾക്ക് ഇതൊരു പ്രശ്നമായിട്ട് നമ്മൾ തോന്നിപ്പിക്കുന്നല്ല. മോനെ നിസ്കരിച്ചിരുന്നോ എന്ന് ചോദിക്കുകയല്ല. നിങ്ങൾ വെറുതെ നമ്മുടെ യു പി സ്കൂളിലൊന്ന് പോയോക്ക്, പള്ളിക്ക് എത്ര കുട്ടികളെ വരല്? മഹാഭൂരിപക്ഷം മുസ്ലിം കുട്ടികളുള്ള പിന്നെ സ്കൂളാണല്ലോ. നമ്മൾ ഹൈസ്കൂളിൽ ഒന്ന് പോയോക്ക്, എത്ര കുട്ടികളെ നിസ്കരിക്കല്? ഞാൻ നിസ്കാരത്തിന്റെ കോലെന്താ? ഇതിന്റെ ഉത്തരവാദികൾ ആരാ? ഇതിന്റെ ഉത്തരവാദികൾ, ഒന്നാമത്തെ ഉത്തരവാദി പാരൻസ് ആണ്. യാ ബുനയ്യ അഖിമിസ്സലാ, ലുഖ്മാൻ അലൈഹിസ്സലാം എൻ്റെ കുഞ്ഞോനെ നീ നിസ്കരിക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. അതിന് മാതാപിതാക്കൾ ആദ്യം ഇത് സമയബന്ധിതമായി നിഷ്ഠയോടെ നിർവഹിക്കുന്നവരാകണം. മാതാപിതാക്കൾ ഇത് നിർവഹിക്കുന്നവരല്ലെങ്കിൽ മക്കൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന പാഠം വളരെ തെറ്റായ പാഠങ്ങളാണ്, യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഇത് നമ്മളെ നരകത്തിൽ പ്രവേശിപ്പിക്കുന്ന കാര്യമാണ്. മാത്രമല്ല പരലോകത്ത് ഇതിന്റെ ശിക്ഷയെക്കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് വിശദമായ ഒരു ഹദീസിൽ, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, ആതാനി അല്ലൈലത ആതിയാൻ, രണ്ടാളെൻ്റെ അടുത്ത് രാത്രി വന്നു. വൈനഹുമ ബതഅസാൻ, അവരെന്നെയും കൊണ്ടുപോയി. വൈനഹുമ ഖാലലി, അവരെന്നോട് പറഞ്ഞു ഇൻതലിഖ്, നടക്കൂന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരുടെ കൂടെ നടന്നു. ഇങ്ങനെ കമഴ്ത്തി കിടത്തപ്പെട്ട ഒരു മനുഷ്യന്റെ അടുത്ത് ഞങ്ങൾ എത്തി. വൈദ ആഖറു ഖായിമുൻ അലൈഹി ബിസഖറത്തിൻ, ഒരു വലിയ പാറയും കൊണ്ട് അയാളടുത്ത് ഒരാൾ നിൽക്കുന്നുണ്ട്. വൈദ ഹുവ യഹ്വി ബിസഖറത്തി റഅസിഹി, അയാൾ ആ പാറ ഇയാളുടെ തലയിലേക്ക് ഇങ്ങനെ വലിച്ചെറിയാണ്. എന്ത് ചെയ്യുന്നു? അപ്പൊ അയാളുടെ തല ഇങ്ങനെ പിളരുന്നു. അങ്ങനെ ആ കല്ല് തന്നെ പൊടിഞ്ഞു പോകുന്നു. പിന്നീട് എന്ത് ചെയ്യുന്നു? ആ കല്ല് ഉരുണ്ടുപോയ പൊടിഞ്ഞുപോയ ആ കല്ല് രൂപാന്തരം പ്രാപിച്ച അയാൾ വീണ്ടും അതെടുക്കുന്നു. എന്നിട്ട് വീണ്ടും ഇതേ കാര്യം ആവർത്തിക്കുന്നു. അപ്പോ അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചപ്പോ രണ്ട് മനുഷ്യന്മാരുടെ കാര്യത്തിൽ പറഞ്ഞ കാരണങ്ങൾ എന്താ അറിയോ? വയനാമു അനിസ്വലാത്തിൽ മക്തൂബ, ഫർള് നിസ്കാരത്തിന്റെ സമയത്തുമ്പോൾ കടന്നുറങ്ങും. ശരിക്ക് ഫർള് നിസ്കാരം പള്ളിയിൽ നടക്കുന്നുണ്ടാകും, അയാൾ കടന്നുറങ്ങുന്നതാണ്. നമ്മൾ അള്ളാഹുവിനെയും പരലോകത്തെയും വിശ്വസിക്കണവരാണെങ്കിൽ ഈ ഇരിക്കണ ഇരുത്തത്തിലിരുന്ന് തീരുമാനം എടുക്കണം സഹോദരന്മാരെ. നിസ്കാരം അങ്ങനത്തെ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഫജഅലി അൽ മസ്ജിദ ഫജഅലി അൽ അർള മസ്ജിദൻ തഹൂറ, എനിക്ക് ഭൂമി മുഴുവൻ പള്ളിയാക്കി തന്നു എന്നാണ്. മനസ്സിലായില്ലേ? ഭൂമി മുഴുവൻ പള്ളിയാക്കി തന്നു എന്നാ. എങ്ങനെയെങ്കിലും മനുഷ്യന്മാരെ നിസ്കരിക്കണം എന്നുള്ള നിലക്കാണ്. ഇനി നിങ്ങൾ നോക്ക്, യുദ്ധമുഖമാണെങ്കിൽ പോലും
യുദ്ധമുഖത്താണെങ്കിൽ പോലും നിസ്കാരത്തെ ഇസ്ലാം വളരെ കണ്ണിശായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ശത്രു ഖിബിലയുടെ എതിർചേരിയിൽ നിന്നാണെങ്കിൽ ഖിബിലക്ക് തിരിഞ്ഞിങ്ങനെ നിസ്കരിക്കും. അപ്പം എന്ത് ചെയ്യും? അപ്പം എന്താ ചെയ്യുക? ഒന്നാമത്തെ സഫ് റുക്കുവും സുജൂദും ചെയ്യുമ്പോൾ രണ്ടാമത്തെ സഫ് എന്ത് ചെയ്യും? കാവല് നിൽക്കും. രണ്ടാമത്തെ സഫ് സുജൂദും റുക്കുവും ചെയ്യുമ്പോൾ ഒന്നാമത്തെ സഫ് കാവല് നിൽക്കും. അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ പോലും നിങ്ങൾ എങ്ങനെയെങ്കിലും നിസ്കരിച്ചാലേ ജമാഅത്ത് ഒഴിവാക്കി കളിയുന്നല്ല. നിസ്കാരത്തെ കുറിച്ച് മാത്രമല്ല, ജമാഅത്തായി നിസ്കരിക്കുന്നതിനെ കുറിച്ച് ഇസ്ലാം പഠിപ്പിച്ച്. അപ്പോൾ ഒന്നാമത്തെ സഫ് എന്ത് ചെയ്യും? സൈനികർ ഇങ്ങനെ കാവൽ നിൽക്കും. രണ്ടാമത്തെ സഫിന്റെ സുജൂദ് റുക്കു ഒക്കെ പൂർത്തീകരിക്കുന്നത് വരെ ആ ഖിബലന്റെ ഭാഗത്തുനിന്ന് ആണ് ശത്രു വരുന്നതെങ്കിൽ. ഇനി ഖിബലന്റെ എതിർഭാഗത്തു നിന്നാണെങ്കിലോ, ഖിബലന്റെ എതിർഭാഗത്തു നിന്നാണ് വരുന്നതെങ്കിൽ ഒരു സംഘം ആളുകൾ കാത്തു നിൽക്കും, കാവൽ നിൽക്കും. എന്നിട്ട് ഇവർ അത്തഹിയാത്തിലാകുമ്പോൾ അവർ ചേർന്നതിന്റെ ശേഷം അവർ ഇതേ ജമാഅത്തിൽ നിസ്കാരം പൂർത്തിയാക്കും. എന്നിട്ട് അവരൊന്നിച്ച് പിരിയും. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഈ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇരുന്നിട്ടാണെങ്കിൽ ഇരുന്നിട്ട്, കടന്നിട്ടാണെങ്കിൽ കടന്നിട്ട്, കണ്ണോണ്ടാണെങ്കിൽ കണ്ണുകൊണ്ട്, മനസ്സുകൊണ്ടാണെങ്കിൽ മനസ്സുകൊണ്ട്, ഇങ്ങനെ പഠിപ്പിക്കപ്പെട്ട ഒരു മസ്അലയെ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ നമ്മൾ പരിഗണിക്കുന്നുണ്ടോയെന്ന് എല്ലാവരും, ഞാനടക്കം എല്ലാവരും ഒന്ന് വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. നിസ്കാരം അങ്ങനെ സൈഡായി പോകേണ്ട ഒരു കാര്യമല്ല. കല്യാണത്തിങ്ങ ചെല്ലുമ്പോൾ, പാർട്ടി പരിപാടിക്ക് പോകുമ്പോൾ, നമ്മൾ പർച്ചേസിന് പോകുമ്പോൾ നിസ്കാരം ഇങ്ങനെ അത് മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ജ്വലിച്ചു നിൽക്കണം. അവിടെ ഒരു ക്രമീകരണം ഉണ്ടാകണം, അവിടെ ഒരു ശ്രദ്ധ വരണം. മനസ്സിലായില്ലേ? അത് ഇനിയിപ്പോൾ അവസാനം ജമാഅത്ത് പോയി എന്ന് വിചാരിക്കുക, ജമാഅത്ത് നമ്മളെ കയ്യിൽ നിന്ന് പോയി, എന്നാൽ പിന്നെ എവിടെ വെച്ചാൽ അവിടെ കുത്തിമറിഞ്ഞ് എണീക്കലല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ അങ്ങനെ തന്നെ കാണാം. ജനങ്ങൾ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാലും നിങ്ങൾ പള്ളിയിലേക്കാ പോണ്ടേ. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത് നിസ്കരിക്കേണ്ട സ്ഥലം പള്ളിയാണ്. ഒരു മനുഷ്യൻ ഓടിക്കതച്ചു വന്നു, എല്ലാവരും നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ റസൂൽ എന്നൊരു മൂലക്ക് ഒറ്റക്ക് നിസ്കരിച്ചോന്നല്ല. സാധാരണ ജമാഅത്തുകൾക്ക് അവസരം ഉണ്ടെങ്കിലും ആൾക്കാർ കാണാം ഒറ്റക്ക്. ഞാൻ പറഞ്ഞല്ലോ, സൊഫിന്റെ നടുക്കെ പിന്നെ മറ എന്ന് പറയുന്നത് ഒരു പ്രധാന കാര്യമാണ് നിസ്കാരത്തിന്റെ. മറ എന്ന് പറയുന്നത്, മുന്നിൽ ഒരു മറയുണ്ടായിരിക്കുക എന്ന് പറയുന്നത് അത്രയും ഫറലായിട്ട് തന്നെ കണിച്ചായിട്ട് തന്നെ പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് മുന്നിക്ക് കയറി ഒരു മറ സൃഷ്ടിച്ചിട്ടാണ് നിസ്കരിക്കേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യന്റെ കാര്യത്തിൽ പറഞ്ഞാൽ എന്താ? അയാൾക്ക് ഒരാൾ സദഖ കൊടുക്കുന്നതാണ്, ഒരാൾ നിസ്കാരം സദഖ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ നിസ്കാരം കഴിഞ്ഞ ഒരാള് അയാൾക്ക് വേണ്ടി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് എന്ത് ചെയ്തു? അയാൾ അതിന്റെ പിന്നിൽ ഫർള് നിസ്കരിച്ചു. നമ്മളാണെങ്കിൽ എന്താ പറയാ? അയാൾ സുന്നത്ത് നിസ്കരിച്ചാൽ പോണ്ട, കൈയോണ്ടൊക്കെ ഇങ്ങനെ വേണ്ടോണ്ട് വരണ്ട, ഈ വൈക്ക് വരണ്ടാറ്, അങ്ങനെ കേട്ടുക. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞേ? നിസ്കരിച്ചാക്കല്ലേ സദഖ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അയാളോട് ഇമാമായി നിന്ന് നിസ്കരിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ നിസ്കാരം കഴിഞ്ഞ് ഇവിടെ എത്തുകയാണ്. ഇവിടെ എത്തുമ്പോൾ ഒരാൾക്ക് എനിക്ക് ഇമാമത്ത് നിന്ന് നിസ്കരിക്കാം, അല്ലേ? എനിക്ക് ഇമാമത്ത് നിന്ന് നിസ്കരിക്കാം. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ രീതിയിൽ അത്രയും കണിശമായി ഇസ്ലാം പഠിപ്പിച്ചൊരു മസ്അലയാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ കയ്യിൽ നമ്മളത് എടുക്കുമ്പോൾ പലപ്പോഴും നഷ്ടപ്പെട്ടു പോണത്. മാത്രമല്ല, ഇന്ന ബൈനൽ റജുലു ബൈനൽ കുഫ്രി തർക്കുസ്സല, ഒരാളെ കാഫറും മുസ്ലിമുമാക്കുന്നതിലെ മർമ്മ നിസ്കാരമാണ്. പേര് OBC അനുസരിച്ച് മുസ്ലിം മാപ്പിള എന്നൊക്കെ എഴുതിച്ചിട്ടുണ്ടാകും, പക്ഷെ അള്ളാന്റെ ലിസ്റ്റിൽ കാഫറായി കാണും നിസ്കാരം ശ്രദ്ധിച്ചത് നിർവഹിച്ചിട്ടില്ലെങ്കിൽ. അല്ലഹുദുല്ലദീ ബൈനനാ വബൈനഹുമുസ്സലാ ഫമൻ തറക്കഹ ഫഖദ് കഫർ, നിസ്കാരം നിഷേധാർത്ഥത്തിൽ ഉപേക്ഷിക്കുന്നവൻ കാഫറാണ് എന്ന് തന്നെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, മൻ സമഅ ഹയ്യാലൽ ഫലാ, ഒരാൾ ഹയ്യാലൽ ഫലാ ഹയ്യാല സ്വലാ എന്നുള്ള ബാങ്ക് കേട്ടു, ഫലം യുജിബ്, അയാൾ അതിന് ഉത്തരം കൊടുത്തിട്ടില്ലെങ്കിൽ ഫഖദ് തറക സുന്നത്ത മുഹമ്മദിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയാണ് ഒഴിവാക്കുന്നത്, പ്രവാചകന്റെ ചര്യയാണ് അയാൾ ഒഴിവാക്കുന്നത്. മാത്രമല്ല, മൻ സമിഅൻ നിദാഅ ഫലം യുജിബ്, ബാങ്ക് കേട്ടു പിന്നെ ബാങ്കിന് ഉത്തരം ചെയ്താൽ പള്ളിയിൽ പോയില്ലെങ്കിൽ ഫലാ സ്വലാത്ത ലഹു, അവൻ നിസ്കരിച്ചിട്ടില്ല എന്നാണ് ഇതിന്റെ അർത്ഥം. ഈ ഇല്ലാ മിൻ ഉദ്രിൻ, ചില ഉദ്റുകളുണ്ട്, രോഗം, അങ്ങനത്തെ ശരഈയായ ഉദ്റുകളുണ്ട്. അല്ലാതൊരു മുസ്ലിം പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത് പള്ളിയിൽ പോയി തന്നെയാണ് നിസ്കരിക്കേണ്ടത്. മാത്രമല്ല, അബൂദർദാ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മാ മിൻ സലാസത്തിൻ ഫീ ഖറിയത്തിൻ വലാ വദ്വിൻ വലാ തുഖാമു ഫീഹിമുസ് സ്വലാ ഇല്ലാ ഖദ് ഇസ്തഹവദ അലൈഹിമുശ് ശൈത്വാൻ ഫഅലൈക്കും ബിൽ ജമാഅ ഫഇന്നമാ യഅകുലു ദനബു അൽ ഗനമൽ ഖാസിയ. ഒരാൾ ഒരു മരുഭൂമിയിലാകട്ടെ, ഒരു ഗ്രാമത്തിലാകട്ടെ, എവിടെയാകട്ടെ, ബാങ്ക് വിളിക്കുമ്പോൾ അവർ നിസ്കരിക്കണം. അല്ലെങ്കിൽ പിശാച് അവരുടെ മേൽ ആധിപത്യം ചെലുത്തും, പിശാച് അവരുടെ സ്വകാര്യ ജീവിതത്തെ ദ്രോഹിക്കും, അവരുടെ ചിന്തകളെ ആക്രമിക്കും, ആ വ്യക്തികൾക്കിടയിൽ പ്രശ്നം ഉണ്ടാകും, ദാമ്പത്യത്തിൽ കുഴപ്പമുണ്ടാകും. ഇതിൻ്റെയൊക്കെ അസല് ശൈത്താനെ അകറ്റി നിർത്തുന്നതിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഒന്നാണ് നമസ്കാരം എന്നാണ്. മാത്രമല്ല, വലൗ അന്നക്കും സ്വല്ലൈതും ഫീ ബുയൂത്തിക്കും, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വെച്ചാണ് നിസ്കരിക്കുന്നത്, കമാ യുസല്ലി ഹാദൽ മുതഖല്ലിഫു ഫീ ബൈതിഹി, വീട്ടിൽ ഇങ്ങനെ നിസ്കരിക്കണ ഇയാളെ പോലെ ഇങ്ങനെ നിസ്കരിക്കണ കുറച്ച് ആൾക്കാരുണ്ട്, അവരെ പോലെ ആവുകയാണെങ്കിൽ ലതറക്തും സുന്നത്ത നബിയിക്കും,
നിങ്ങൾ നിങ്ങളുടെ പ്രവാചകന്റെ ചര്യയാണ് ഉപേക്ഷിക്കുന്നത്. വലൗ തറക്തും സുന്നത്ത നബിയിക്കും, നിങ്ങൾ നിങ്ങളുടെ പ്രവാചകന്റെ ചര്യ ഒഴിവാക്കിയാൽ ലവലൽതും, നിങ്ങൾ വഴികേടിൽ അകപ്പെടും. അപ്പൊ ജമാഅത്ത് നമസ്കാരങ്ങൾ ഉപേക്ഷിക്കുന്നത് വഴികേടിന് കാരണമാണ്. നമ്മൾ വഴിതെറ്റിപ്പോകാനും നമ്മുടെ വിശ്വാസത്തിൽ തന്നെ വ്യത്യസ്തമായ കുഴപ്പങ്ങൾ വന്ന് നമ്മുടെ സ്വർഗം നഷ്ടപ്പെടാനും കാരണമാണ് എന്ന് തന്നെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് സ്നേഹവും കാരുണ്യവും മാത്രം പഠിപ്പിച്ച പ്രവാചകൻ ഉറങ്ങിക്കിടക്കുമ്പോൾ വന്ന് തട്ടി ഉണർത്തി ഈ വാളിൽ നിന്ന് നിന്നെ ആര് രക്ഷിക്കുന്നു ചോദിച്ച ആളെ നമ്മൾ കേട്ടിട്ടുണ്ട്. കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ എടുത്ത് മദീനയിലേക്ക് പോയ ആൾക്കാരെ നമ്മൾ കേട്ടിട്ടുണ്ട്. വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയ ആളുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. പ്രവാചകന്റെ മോളെ ഒട്ടകപ്പുറത്ത് നിന്ന് തള്ളിയിട്ട് അവരുടെ ഗർഭം അലസിപ്പോയിട്ടുണ്ട്. പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബിമാരെ കഴുത്തറുത്തിട്ടുണ്ട്. അവരോടൊന്നും പ്രവാചകൻ പറയാത്തതും എടുക്കാത്തതുമായൊരു സ്റ്റാൻഡ് ജമാഅത്ത് നിസ്കാരത്തിന് വരാത്തവരുടെ കാര്യത്തിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾ കേട്ടു നോക്ക്. ലഖദ് ഹമംതു അൻ ആമുറ ഫിത്യതി ഫയജ്മഉ ലി ഹുസാമൻ മിൻ ഹതബിൻ ثم اتى قوما يصلون في بيوتهم ليست بهم عله فاحرقها عليهم. ഞാൻ എൻ്റെ ചെറുപ്പക്കാരായ സ്വഹാബിമാരോട് കുറച്ച് വിറകൊക്കെ ഏറ്റി കൊണ്ടുവരണം എന്ന് എനിക്ക് പറയണമെന്ന് എനിക്ക് തോന്നി. എന്തിനാ? ബിരിയാണി വെക്കാനല്ല. പിന്നെ ആ വിറകും കൊണ്ട് ഒരു കാരണവുമില്ലാതെ ഖൗമൻ യുസല്ലൂന ഫീ ബുയൂതിഹിം, ചില ആളുകൾ വീട്ടിൽ നിസ്കരിക്കാണ്. ലൈസത്ത് ബിഹിം ഇല്ല, ഒരു കാരണവും ഒരിക്കില്ല, പറയാവുന്ന ഒരു കാരണം ഒരിക്കില്ല. അങ്ങനത്തെ ആളുകളുടെ വീടിന്റെ മേലെ കൊണ്ടേറ്റ് കൂട്ടി കത്തിക്കാൻ തോന്നി എനിക്ക്. കത്തിക്കുന്നല്ല അതിൻ്റെ അർത്ഥം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും കാണിച്ചായിട്ട് ഈ വിഷയത്തെ കണ്ടിട്ടുണ്ട്. നമ്മൾ വിചാരിക്കണ പോലെയല്ല. ഈ വിഷയത്തിന് അത്ര ഗൗരവമുണ്ട്. നിങ്ങൾ എന്ത് തൊഴിലെടുക്കുന്ന ആളാണെങ്കിലും നിങ്ങൾക്കിതിൽ വേണം എന്നൊരാഗ്രഹമുണ്ടെങ്കിൽ, ഇതാവശ്യമാണെന്നൊരു തോന്നലുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ സമയവും നമ്മുടെ ജോലിയും നമ്മുടെ അനുബന്ധങ്ങളോട് ചിട്ടപ്പെട്ടു വരും. അവ്വൽ ജമാഅത്ത് അവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, മനസ്സിലല്ലേ? പക്ഷേ നമുക്കൊരു ജമാഅത്ത് അവിടെ കിട്ടുന്നുണ്ടാകും. നമ്മുടെ പരമാവധി പരിശ്രമിച്ചിട്ട് ബാക്കി പടച്ചോനെ ഉദുർ ബോധിപ്പിക്കുകയാണ് വേണ്ടത്. ഇതിൽ വളരെ കൃത്യമായൊരു ചേഞ്ച് യഥാർത്ഥത്തിൽ ആവശ്യമുണ്ട്. കൃത്യമായൊരു ചേഞ്ച് ആവശ്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാത്രമല്ല, ചില പ്രത്യേക നമസ്കാരങ്ങൾ അശ്രദ്ധയിൽ പോണ നമസ്കാരങ്ങളുണ്ട്. എന്താ? മൻ തറക്ക സ്വലാത്തുൽ അസ്ർ ഫഖദ് ഹബിത അമലുഹു. അസർ സ്വല ഒഴിവാക്കുന്ന വ്യക്തിയുടെ അമലനെ തകർന്നു പോകുന്ന. അസർ ഭയങ്കരമായി മനുഷ്യന്മാരെ അശ്രദ്ധമാകുന്ന നമസ്കാരമാണ്. 2 നിസ്കാരങ്ങൾ സംബന്ധിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ അതിലൊന്ന് സുബഹയാണ് പറഞ്ഞത്. അതിലെ മറ്റൊന്ന് അസറും ഇശാവും ഒക്കെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അല്ലദീ തഫൂതുഹു സ്വലാത്തുൽ അസ്ർ, അസർ നമസ്കാരം നഷ്ടപ്പെടുത്തുന്ന വ്യക്തി ഫകഅന്നമ ഉത്തിറ അഹ്ലഹു വമാലഹു, സ്വന്തം കുടുംബത്തെയും സ്വന്തം ധനത്തെയും ഒക്കെ എന്താ പറയാ നഷ്ടപ്പെട്ട, അത് ഉപേക്ഷിച്ചവനെ പോലെയാണ് എന്നാണ്, വാലറ്റവനെ പോലെയാണ് എന്നാണ്. അപ്പൊ ഇത് ഇത്രയും കണിശമായി പഠിപ്പിക്കപ്പെട്ടത് നമുക്ക് വേറെയും ഒരുപാട് കാണാൻ പറ്റും. നേട്ടങ്ങൾ ഒരുപാട് കാണാൻ പറ്റും. ചിലത് ഞാൻ ഇങ്ങനെ വായിച്ചു പോകാം. ഒന്ന്, വസ്വലാത്തു നൂറുൻ, നമസ്കാരം എന്നുള്ളത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് അതൊരു പ്രകാശമാണ് എന്നാണ്. മാത്രമല്ല അഫ്ദലുൽ അമൽ ഏതാന്ന് ചോദിച്ചപ്പോൾ അസ്വലാത്ത് എന്ന് മാത്രമല്ല, അസ്വലാത്തുൽ വഖ്തിഹ, നിസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കണം എന്നാണ് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. മാത്രമല്ല മസലു സ്വലവാത്തിൽ ഖംസ് കമസലി നഹ്രിൻ ഗംരിൻ അലാ ബാബി അഹദികും യഗ്തസിലു മിൻഹു കുല്ല യൗമിൻ 5 മർറാത്ത്. എന്താ? 5 വക്ത് നിസ്കാരം എന്നുള്ളത് പിന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒഴുകുന്ന നദിയോടാണ് ഉപമിക്കുന്നത്. ഒളുവിനെയും നിസ്കാരത്തെയൊക്കെ. അതിൽ പോയി ഒളു എടുത്ത് നിസ്കരിക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന പാപശുദ്ധീകരണമാണ് സ്വലാത്തുൽ ഖംസ് വൽ ജുമുഅത്തി ഇലാ ജുമുഅ റമളാൻ ഇലാ റമളാൻ മുകഫ്ഫറാത്തുൻ മാ ബൈനഹുന്ന ഇദജ്തനബത്തിൽ കബായിർ. വൻ പാപങ്ങൾ ഒഴിവാക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു നിസ്കാരം മുതൽ അടുത്ത നിസ്കാരം വരെ, ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ, ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ, ഇങ്ങനത്തെ ഒരു ചിന്ത വേണം, ഇങ്ങനത്തെ ഒരു നിയ്യത്ത് വേണം. കഴിഞ്ഞ ജുമുഅ കഴിഞ്ഞു, ഈ ജുമുഅക്ക് എത്തുമ്പോൾ വെള്ളിയാഴ്ച ആയല്ലോ എന്ന് വിചാരിച്ച് പാഞ്ഞു കയറുന്നതിന് പകരം പടച്ചോനെ കഴിഞ്ഞ വെള്ളി മുതൽ ഈ വെള്ളി വരെയുള്ള എൻ്റെ പാപങ്ങൾ പുറത്തിറണം. വൻ പാപങ്ങൾ സംഭവിക്കരുത്. കബായിർ, ശിർക്കും സിഹ്റും മാതാപിതാക്കളെ ദ്രോഹിക്കലൊക്കെ അടങ്ങണേ വൻപാപങ്ങളുണ്ട്. അതൊരു വ്യക്തിയിൽ നിന്ന് സംഭവിച്ചിട്ടില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ഉള്ളിൽ ഒരു ആഗ്രഹമായി, പുണ്യമായി, പ്രതീക്ഷയായി ഉള്ള ആളുകൾക്ക് അത് പുറത്തു കൊടുക്കും എന്നാണ്. മാത്രമല്ല ഈ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, പരലോകത്തെ ചില ഐഡന്റിറ്റി മാർക്കുണ്ട്. ഏതെങ്കിലും ഒരു കുടുംബത്തിലാണ് ജനിച്ചുകൊണ്ട് നേരെ സ്വർഗത്തിലേക്ക്, അങ്ങനത്തെ തെറ്റിദ്ധാരണ നമുക്ക് ആവശ്യമില്ല. അങ്ങനത്തെ തെറ്റിദ്ധാരണ പ്രവാചകന്റെ കുടുംബത്തിലാണ് ജനിച്ചു, ഡയറക്റ്റ് സ്വർഗത്തിലേക്ക്. അങ്ങനെയാണെങ്കിൽ ഫാത്തിമ ബീവിയോട് ഫാത്തിമ ഖിത്അത്തു കബദി, ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണാണ്, നീ ദുന്യാവെന്ന് വേണ്ടത് ഉപ്പാനോട് ചോദിച്ചോ, പക്ഷേ പരലോകത്തെ ഓഹരി ഉപ്പാനോട് ചോദിക്കരുതേ എന്നൊരിക്കലും പറയില്ല. നേരിട്ട് ഡയറക്റ്റ് സ്വർഗം ഉണ്ടെങ്കിൽ റമളാൻ മാസത്തിൽ പ്രവാചകൻ സ്വന്തം കുടുംബത്തെ തട്ടി ഉണർത്തിയിട്ട് നിങ്ങളെ കാര്യം നോക്കിക്കൊള്ളിട്ടോ എന്ന് പറയില്ല. ആദ്യം പ്രവാചകന്റെ കുടുംബത്തോടാണ്, തങ്ങളുടെ കുടുംബത്തോടാണ് അള്ളാഹുവിൻ്റെ റസൂൽ ആദ്യം സംസാരിക്കേണ്ടത്. എന്താ? എല്ലാവരും ഒരുമിച്ച് കൂട്ടിയിട്ട്
നിങ്ങളെല്ലാവരും നിങ്ങളെ പരലോകത്തിന്റെ കാര്യം സംരക്ഷിക്കണം എന്ന് ആവശ്യപ്പെടുന്നത്. അന്നാണ് എളാപ്പ അബൂ ത്വാലിബ് എന്ത് ചെയ്യണത്? നിനക്ക് നാശം മുഹമ്മദ് എന്ന് പറഞ്ഞ് പ്രവാചകനോട് യുദ്ധം പ്രഖ്യാപനം നടത്തുന്നതും. അതുകൊണ്ട് ആജാതി തെറ്റിദ്ധാരണ ആവശ്യമില്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, ഏറ്റവും അള്ളാഹുവിൻ്റെ അടുത്ത് പ്രിയപ്പെട്ട ആളാരാ? ഏറ്റവും തഖ്വയുള്ള ആളാണ്. അയാളുടെ വേഷം എന്താണെന്നോ, അല്ലെങ്കിൽ അയാളുടെ കോലെന്താണെന്നോ, അയാളുടെ ബാങ്കിലെ ബാലൻസ് എത്രയുണ്ടെന്നോ, അയാൾക്ക് എത്ര ജനസ്വാധീനം ഉണ്ടെന്നോ, ഇതൊന്നും വിഷയമല്ല അല്ലേ? അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, ആ പോണേ ആ മനുഷ്യൻ സ്വർഗത്തിലാണെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു. ഒരു ദിവസം ആ പോണ ആ മനുഷ്യൻ സ്വർഗത്തിലാണ്. 3 ദിവസം ആവർത്തിച്ചു. ഒരു സ്വഹാബി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി പരിശോധിച്ചതിന്റെ ശേഷം 3 ദിവസം പരിശോധിച്ചതിന്റെ ശേഷം 4-ാം ദിവസം പോരാനിരിക്കുമ്പോൾ പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് പ്രകാരം സ്വർഗത്തിലാ, നിങ്ങൾ എന്താ ചെയ്യണത് നോക്കായിരുന്നു. നമ്മളെ കൂട്ടത്തിലെ പലരും രാത്രി നീണ്ട് നിസ്കരിക്കണ ആൾക്കാരാ. പക്ഷെ ഞാൻ നിങ്ങൾ അങ്ങനെ കണ്ടില്ല. നിങ്ങളിങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്, ഉണർന്നിട്ടും എണീറ്റ് നിസ്കരിക്കണമെന്നില്ല. പിന്നെ നിങ്ങൾ സ്വർഗത്ത് പോകണുണ്ട് എന്ന് പറയാനുള്ള കാരണം എന്തായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താ അറിയോ? നേരം പുലർന്ന് രാവാകും വരെയും, രാവ് പുലർന്ന് നേരം വെളുക്കും വരെയും ഞാൻ ഒരാളോടും, ഒരു വിശ്വാസിയോടും, ഒരു മനുഷ്യനോടും എൻ്റെ മനസ്സിൽ ഞാൻ വിദ്വേഷം വെക്കാറില്ല. ഒരാളോടും ഞാൻ എൻ്റെ മനസ്സിൽ വിമ്മിഷ്ടം വെക്കാറില്ല. ഒരാളോടും എനിക്ക് വിരോധമില്ല. അത് മാത്രമായിരിക്കും എൻ്റെ കാരണം എന്നാണ്. അപ്പം അദ്ദേഹം പറഞ്ഞ ഖൽബ് സലീമാകണം, അപ്പോഴേ രക്ഷപ്പെടുള്ളൂ. എന്നാൽ ഐഡന്റിഫിക്കേഷൻ മാർക്കുണ്ട്. ആർക്ക്? ബശ്ശിരിൽ മശാഈന ഫി ദുൽമി ഇലൽ മസാജിദ് ബിന്നൂരി താമി യൗമൽ ഖിയാമ. ഇരുട്ടുള്ള സമയത്ത്, അഥവാ സുബഹിൻ്റെയും ഇശാഇൻ്റെ ഒക്കെ സമയത്ത് പള്ളിയിലേക്ക് നടന്നു പോകുന്ന വ്യക്തികൾക്ക് എന്താ പൂർണ്ണമായ പ്രകാശവലയത്തിൽ അവരെ കാണാൻ പറ്റുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല സുജൂദ് വർദ്ധിപ്പിക്കുന്ന വ്യക്തിക്ക് കിട്ടുന്ന ആനുകൂല്യത്തെക്കുറിച്ച് പറയാം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞു, നബിയേ എനിക്ക് സ്വർഗം വേണം. ശരി, നീ സ്വർഗത്തിൽ അല്ലേ? ചില മാലകളും ചില ഏടുകളൊക്കെ പഠിപ്പിക്കണം എന്താ? എൻ്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരൊറ്റ മുരീദും നരകത്തിലില്ല. അപ്പൊ അത് വ്യാഖ്യാനിച്ച് വെളുപ്പിക്കുന്ന ആളുകൾ എന്താ പറയാ? വ്യാഖ്യാനിച്ച് വെളുപ്പിക്കുന്നവർ പറയും, ഷെയ്ഖിന്റെ ത്വരീഖത്തിൽ അങ്ങോട്ട് ചേർന്നാൽ പിന്നെ ഒരു കറാഹത്ത്, വലത്തേക്ക് തുപ്പുക എന്നുള്ളത് കറാഹത്താ, ആ കറാഹത്ത് പോലും ചെയ്യൂല. തൊട്ടടുത്ത വരി എന്താ? എൻ്റെ മുരീദാരും നല്ലവരല്ലെങ്കിൽ ഏറ്റവും നല്ലത് ഞാനാണ് കയറ്റും സ്വർഗത്തിക്കുന്ന. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞപ്പോഴോ, റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ള പറയാ, എനിക്ക് സ്വർഗം വേണമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറയാ, അലൈക ബികസറത്തി സുജൂദ്, നീ സുജൂദ് വർദ്ധിപ്പിക്കണം. നിനക്ക് വേണ്ടത് നീ ചെയ്ത് വർദ്ധിപ്പിക്കണം അല്ലേ? അപ്പൊ ഞാൻ പഠിച്ചവനോട് പറയും, ഞാൻ ശുപാർശ ചെയ്യും, അപ്പൊ നിനക്ക് കിട്ടും. അതല്ലാതെ നേരെ ഡയറക്റ്റ്. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ നീണ്ട കാലം ആ സിറാത്തിന്റെ അടുത്ത് ഇങ്ങനെ സുജൂദ് കിടക്കേണ്ടതുണ്ടായിരുന്നോ? എൻ്റെ ഉമ്മത്തിനൊന്ന് വിചാരണ കിടക്കണേ പഠിച്ചോനെ, നീണ്ട കാലം സുജൂദ് കിടന്നു. അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിചാരണ കിടക്കണേ. എന്നിട്ട് സിറാത്തിന്റെ അടുത്ത് നിന്നിട്ട് സല്ലിം ഓരോ പോകുന്ന തന്റെ അനുയായിക്കും വേണ്ടി പ്രവാചകൻ ഈ പാലം കടത്തണേ എന്ന് പ്രാർത്ഥിക്കുക. ഇത്ര കഷ്ടപ്പെടേണ്ടോ? ഡയറക്റ്റ് പ്രവാചകൻ, നീ സ്വർഗത്തില്, നീ നരകത്തില് അല്ലേ? അതില്ല. അതൊക്കെ ഈ മാലകളും ത്വരീഖത്തുകളും മനുഷ്യന്മാരെ പറഞ്ഞു പറ്റിച്ച പരിപാടിയാണ്. ഇതേ എല്ലാറ്റിലും ഉണ്ട്. ക്രിസ്ത്യൻ മതത്തിലുള്ളത് എന്താ? ക്രിസ്ത്യൻ മതത്തിലുള്ളത് യേശു ക്രിസ്തുവിന്റെ രക്തത്തിലാണ് വിശ്വസിച്ചാൽ പിന്നെ എന്തും ചെയ്യാം, ഡയറക്റ്റ് സ്വർഗം അല്ലേ? പൗരോഹിത്യം എവിടെ ജനിക്കുന്നോ അവിടെ ഇങ്ങനത്തെ നിലപാടുകൾ ഉണ്ടാകും. അലൈക ബികസ്റത്തി സുജൂദ്, നീ സുജൂദ് വർദ്ധിപ്പിക്കണം. ഫഇന്നക ലാ തസ്ജുദു ലില്ലാഹി സജദതൻ, ശരിക്കോർത്തോളി, ഒരു സുജൂദ് നീ ചെയ്യുമ്പോൾ ഇല്ലാ റഫഅക അല്ലാഹു ബിഹാ ദറജതൻ, അല്ലാഹു ഒരു ദറജ ഉയർത്തുന്നുണ്ട്. നമ്മൾ എത്ര സുജൂദിന്റെ സമയത്ത് അത് ആലോചിച്ചു. ഇതേ ഹദീസ് നോമ്പിന് ഉദ്ധരിച്ചിരുന്നു, നോമ്പിന്റെ ഖുതുബയിൽ ഉദ്ധരിച്ചിരുന്നു, തറാവീഹിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ. ഒരു സുജൂദാണ് ചെയ്യുമ്പോൾ പാടച്ചവൻ ഒരു പദവിയാണ് ഉയർത്തുന്നുണ്ട്. ആ ഓർമ്മ ഉണ്ടാകുമ്പോൾ സുജൂദിന്റെ വേഗത കുറയും. അള്ളാഹുവിന് സുജൂദാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഒരടിമയോട് അള്ളാഹു ഏറ്റവും അടുത്ത് നിൽക്കുന്നത് അവൻ സുജൂദിലാകുമ്പോഴാണ് എന്നാണ്. ഇനി നീ ഒരു സുജൂദ് ചെയ്യുമ്പോൾ നിന്നിൽ നിന്നൊരു പാപം അള്ളാഹു കഴുകിക്കളയുന്നുണ്ട് എന്നാണ്. അപ്പോൾ ഈ ഉദ്ദേശങ്ങളും ഈ നിയ്യത്തുകളും ഒരു വ്യക്തിക്ക് ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ഒരുപാട് കാര്യങ്ങൾ, ഞാൻ 10-60ഓളം കാര്യങ്ങൾ ഇതിൽ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാറ്റിലേക്കും പോകണില്ല. നോക്കൂ നിങ്ങൾ, നമ്മുടെ മുൻഗാമികളൊക്കെ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഗൗരവത്തോടു കൂടെ അവരിതിനെ കണ്ടത്. നോക്കൂ നിങ്ങൾ, മുൻഗാമികളിൽപ്പെട്ട മനുഷ്യന്മാർ പറയുന്നുണ്ട്. പിന്നെ അബൂ ഇസ്ഹാഖ് അൽ ബുഖാരി റഹിമഹുല്ലാ കുറിച്ച് പറയാണ്. ഒരു ഹാത്തിം അൽ അസം എന്ന് പറയുന്ന പണ്ഡിതൻ, ഫാത്തനി അസ്വലാത്തു ഫിൽ ജമാഅ, എൻ്റെ ജമാഅത്ത് നിസ്കാരം നഷ്ടപ്പെട്ടു. അപ്പോൾ ഫഅസ്സാനി അബൂ ഇസ്ഹാഖ് അൽ ബുഖാരി വഹദ, എൻ്റെ അടുത്ത് വന്ന് എന്നെ ആശ്വസിപ്പിച്ചത് അബൂ ഇസ്ഹാഖ് മാത്രമാണ്. എൻ്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടപ്പോൾ ഇവർ നേരെ പെരയിൽ വന്നു, എന്നിട്ട് എന്നെ ആശ്വസിപ്പിച്ചു. നീ ഇസ്തിഗ്ഫാർ ചെയ്തോ, സാരല്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചു. ഞാനിവിടെ വിഷമിച്ചിരിക്കുന്നുണ്ടെന്ന് മൂപ്പർക്ക് ചിന്തിക്കാൻ പറ്റി.
ആ പള്ളിയിലുള്ള വേറെ ആരും വന്നില്ല. എന്നിട്ട് അദ്ദേഹം പറയാ, വലൗ മാതലി വലതുൻ ലഗസാനി അക്തർ മിൻ അശറത്ത് ആലാഫ്. എൻ്റെ മോനാണ് മരിച്ചതെങ്കിൽ ഒരു 10,000 ആളെങ്കിലും വീട്ടിൽ വന്ന് എനിക്ക് താസിയത്ത് പറഞ്ഞിട്ടുണ്ടാകും, അല്ലേ? എനിക്ക് താസിയത്ത് പറഞ്ഞിട്ടുണ്ടാകും. എന്നാലോ എൻ്റെ ഒരു നിസ്കാരം നഷ്ടപ്പെട്ടപ്പോൾ എന്നെ ആശ്വസിപ്പിക്കാനും പ്രചോദിപ്പിക്കാനും അടുത്ത ഒരു വക്തിന് പള്ളിയിൽ വരാൻ എന്നെ മോട്ടിവേറ്റ് ചെയ്യാനൊന്നും ആരും വന്നില്ല. മോൻ മരിച്ചിട്ടാണെങ്കിൽ ഇത്രയാൾ വരുമായിരുന്നു എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയാ, ലഅന്ന മുസീബത്തദ്ദീനി അഹ്വനു ഇൻദന്നാസി മിൻ മുസീബത്തിദ്ദുനിയ. ലഅന്ന മുസീബത്തദ്ദീൻ, ദുനിയാവിന്റെ ദീനിന്റെ ഒരു ദുരന്തം, ദീനിന്റെ ദുരന്താ സംഭവിച്ചത്, ദീനിൽ ദുരന്തം സംഭവിച്ചതാണ് ജമാഅത്ത് നഷ്ടപ്പെട്ടു എന്നുള്ളത്. അഹ്വനു ഇൻദന്നാസി, ജനങ്ങൾക്ക് ഏറ്റവും ചെറുതാണ് മിൻ മുസീബത്തിദ്ദുനിയ, ദുനിയാവിലൊരു ദുരന്താണ് വലിയത്. മോൻ മരിച്ചു എന്നുള്ള ദുനിയാവിലൊരു നഷ്ടം. ശരിക്കും ചിന്തിച്ചാൽ അതിന് പരലോകത്ത് അതുകൊണ്ട് ഗുണങ്ങളുണ്ട് എന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ധാരാളം കാര്യങ്ങൾ വായിച്ചാൽ നമ്മൾ ഹൃദയം കിടുങ്ങിപ്പോകുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. നോമ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ നോമ്പിലൂടെ ഉണ്ടാക്കിയെടുത്തൊരു ചിട്ടയിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ പതിയെ പുറത്തിറങ്ങാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. എനിക്ക് പേഴ്സണലി പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു 1-2 ജമാഅത്തൊക്കെ നഷ്ടപ്പെട്ടതാണ് ഈ ഖുത്ബ ഞാൻ പറയാനുള്ള കാരണം. അങ്ങനെ തന്നെ വളരെ എടുത്തു പറയാണ്. നമ്മളിങ്ങനെ മെൻ്റലി ഇങ്ങനെ പതുക്കെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ടാണ് ഈ വിഷയം വീണ്ടും ആവർത്തിച്ചത്. അള്ളാഹു നമ്മെല്ലാം സ്വീകരിക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. റബ്ബിൻ്റെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ കുട്ടികളുടെ റിസൾട്ടൊക്കെ വന്ന് മക്കളൊക്കെ ഇപ്പോൾ CREയിലൊക്കെ പങ്കെടുക്കുന്ന കുട്ടികളൊക്കെ ഒരുപാട് നല്ല മാർക്കോടെ വിജയിച്ചിട്ടുണ്ട്. ഫുൾ A+ കിട്ടിയാൽ മാത്രമേ നല്ല മാർക്കാകുന്നില്ല. എല്ലാവരും ഫുൾ A+നെ കുറിച്ചാണ് പറയുക. ചില ആളുകൾക്ക് 1, 2, 3 A+ ഒക്കെ പോയിട്ടുണ്ടാകും. അതുകൊണ്ട് അവരത് ഫുള്ള് കഴിഞ്ഞു എന്നൊന്നും പറഞ്ഞതിന് അർത്ഥമല്ല. ആ കുട്ടികളെ നമ്മൾ ആ നിലക്ക് തന്നെ പിന്തുണക്കുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ വേണം. അപ്പോൾ ഇപ്പോൾ കോഴ്സൊക്കെ തിരഞ്ഞെടുക്കേണ്ട സമയമാണ്. അത് വളരെ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ഖുത്ബയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്ന് പറയേണ്ടതായിരുന്നു, ഇന്ന് എനിക്ക് അങ്ങനെ തന്നെ ഒരുങ്ങി നിർവഹിക്കാനുള്ളൊരു സമയം ലഭ്യമാകാത്തതുകൊണ്ടാണ് പറയാതിരുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ ഈ വിഷയങ്ങൾ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെരിന്തൽമണ്ണയിൽ അറബിക് അക്കാദമി എന്നുള്ളൊരു സംവിധാനമുണ്ട്. +2 പഠനത്തോടൊപ്പം ദീനി വിദ്യാഭ്യാസവും കിട്ടുന്ന ഒരു സംരംഭമാണ്. ആ സംരംഭത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ച കാര്യം നിങ്ങളോട് പ്രത്യേകം ഈ ഒരു സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. എടത്തനാട്ടുകരയിലും നമുക്ക് അങ്ങനത്തെ ഒരു സംരംഭമുണ്ട്. ദീനിയായി കുട്ടികളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അത്തരം ഒരു ഓപ്ഷൻ കൂടി ചിന്തിക്കുക എന്നുള്ള കാര്യമാണ് ഈ സന്ദർഭത്തിൽ ഉണർത്തുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്. ഇപ്പോൾ ഇന്നലെ എന്നെ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു. മോന് ബാംഗ്ലൂരിൽ നിന്ന് മോനെ കൊണ്ടുവന്നു. പരീക്ഷൻ്റെ റിസൾട്ട് അവനെ അയച്ചു കൊടുത്തു. ഫുള്ള് വിജയിച്ചിട്ടുണ്ട്. പിന്നെ ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റ് അവൻ അയച്ചു കൊടുത്തു. ഒക്കെ ഉണ്ട്. പക്ഷെ നോക്കുമ്പോൾ 1.25 ലക്ഷം റുപ്യ മൂപ്പര് കൊടുത്തത് അവിടെ അടച്ചിട്ടില്ല. പിന്നെ എല്ലാ സെമ്മിലും അവൻ്റെ പേപ്പർ പോയിട്ടുണ്ട്. 3, 4, 5 പേപ്പർ പോയിട്ടുണ്ട്. അവന് അവിടെ കറക്കമാണ്, നടത്തമാണ് വിഷയം. അപ്പോൾ നമ്മൾ മക്കളെ മൂപ്പര് എന്നോട് പറഞ്ഞാൽ അവനൊരിക്കലും ഒരു പെൺകുട്ടിയായിട്ട് സൗഹൃദത്തിലാകുമെന്ന് എനിക്ക് തോന്നിയിട്ടല്ല. 10ാം ക്ലാസ്സിലൊന്നും പെൺകുട്ടികളോട് മിണ്ടലന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ്. ഈ വാപ്പാർ അധ്യാപകൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ അസസ്മെൻ്റ് എത്രത്തോളം പഴച്ചു എന്ന് മനസ്സിലാണില്ല. നമ്മളെ മക്കളെ നമ്മൾ എന്താ പറയുക, ഒരു ഇൻ്റലിജൻസ് ഓഫീസറായി പരിശോധിക്കണമെന്നൊന്നും ഞാൻ പറയണില്ല. അവരുടെ പ്രായത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ മനസ്സിലാക്കി അവരുടെ ഈമാനും വിശ്വാസവും നിലപാടൊക്കെ സുരക്ഷിതമാകുന്ന സ്ഥലമാണ് ആദ്യം തിരഞ്ഞെടുക്കേണ്ടത്. മനസ്സിലല്ലേ? അതിനാണ് ആദ്യത്തെ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. പിന്നെ ഒരു 20 കൊല്ലം കഴിഞ്ഞാൽ എന്തായിരിക്കും ഈ കോഴ്സിൻ്റെ തൊഴിൽ സാധ്യത എന്ന് ചിന്തിക്കാതെ ഇപ്പോഴത്തെ തൊഴിൽ സാധ്യത വെച്ചുകൊണ്ട് നമ്മൾ കുട്ടികളെ ഇടങ്ങാറാക്കരുത്. മത്തം കുത്തിയിട്ട് കുമ്പളങ്ങയാണ് ഇപ്പോൾ മിക്കവാറൊക്കെ മുളക്കണത് കോഴ്സിൻ്റെ കാര്യത്തിൽ. ഒരു കോഴ്സ് പഠിക്കുന്നു, വേറെ വളരെ കൃത്യമായ സ്റ്റഡിയാണ് ഞാൻ പറയുന്നത്. 100 കുട്ടികൾ പഠിച്ചതിൽ 2 കുട്ടികളെ പഠിച്ച കോഴ്സിൽ ജോലി കിട്ടണുള്ളൂ. ഇതൊരു യാഥാർത്ഥ്യമാണ്. അത് മനസ്സിലാക്കിയിട്ട് വളരെ ചിന്തിച്ചെടുക്കേണ്ട ഒരു സ്റ്റാൻഡാണ്. മക്കളോടും ഞാൻ പറയണേ, ഒരു ഫ്രണ്ടിൻ്റെത് കണ്ടു, എന്തോ ഒരു പാഷൻ, ഏതോ ഒരു മോട്ടിവേറ്ററുടെ സ്പീച്ച്, അല്ലേ? അതൊക്കെ നമുക്കുള്ള കുപ്പായം നമ്മൾ അളവിലെടുക്കണം. വേറുള്ളവരുടെ കുപ്പായം നമുക്ക് ഇട്ടാൽ ശരിയാവില്ല. അത് മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ഈ ഘട്ടത്തിൽ ഉണർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെ CRE ക്ലാസ് ഉണ്ടാകും. എല്ലാവരും ആ ക്ലാസ്സിനെ ഗൗരവത്തോടു കൂടെ ഓരോ കുട്ടിനെയും വിളിച്ചിട്ടല്ല കുട്ടികൾ വരണേ, സ്വയം താല്പര്യത്തിൽ വരുന്നതാണ്. അൽഹംദുലില്ലാഹ് അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. ഓരോ കുട്ടിനെ ഇങ്ങനെ ടിക്കറ്റ് വിളിച്ച് വരുത്തൂല. നാളെ ക്ലാസ് ഉണ്ടാകും. ആ കാര്യം കുട്ടികളെല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ഉണർത്തുന്നു. അള്ളാഹു നമ്മിൽ സ്വീകരിക്കുമാറാകട്ടെ. അവൻ്റെ മുഅ്മിനുകളിൽ മുഖ്ലിസുകളിൽ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനെ സാക്ഷാത്കരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന റബ്ബനാ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.